ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആർത്തവം എന്ന് പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ പാപമാണോ മാറ്റി നിർത്തേണ്ടതാണോ? സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയാം. എനിക്കും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സമയത്ത് പാപമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ 24 വയസ്സുള്ള സമയത്തൊക്കെ എനിക്കിത് ഭയങ്കര പാപമായിട്ടാണ് തോന്നി. കാരണം അന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ തന്നെ പറഞ്ഞിരുന്നത് ഇത് പാപമാണ്, അവരെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, അവർ പ്രയർ ചെയ്യുന്നിടത്തോട്ട് വരാൻ പാടില്ല, വിളക്കത്തിക്കുന്നിടത്തോട്ട് അവർ വരാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെയാണെങ്കിൽ അവരാണെങ്കിൽ മൂടി വെച്ചിരുന്ന കുറേ സമയമുണ്ട്. അപ്പം നമ്മളും ആ സമയത്തുള്ള ജനറേഷനിലുള്ള പയ്യന്മാരുടെയും ചിന്ത ഈ ആർദവം അല്ലെങ്കിൽ മാസമുറ പീരീഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പാപമാണ്, തെറ്റാണ്, നമ്മൾ ആ സമയത്ത് അവരിൽ നിന്ന് അകലം പണിയണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനും ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തിൽ ഞാൻ ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ ചിന്തിച്ച് വെച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോകെ എനിക്കത് മനസ്സിലായി, അത് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഈ മാസമുറ അല്ലെങ്കിൽ പീരീഡ്, ഈ ആർദവം എന്ന് പറയുന്നത് അത് ഒരു സ്ത്രീക്ക് വന്നാൽ മാത്രമേ അവളാണെങ്കിൽ ഒന്ന് ഗർഭിണിയാവാനായിട്ടുള്ള പറ്റുള്ളൂ. ഈ മാസമുറ വരാത്ത അല്ലെങ്കിൽ പീരീഡ് കറക്റ്റ് ആവാത്ത ആൾക്കാർക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതൊരു പാപമല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരദാനമാണ്. എങ്ങനെയാണോ പുരുഷന്മാർക്ക് ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത്, അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു പുരുഷന് കുട്ടി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അതിലേറെ പാടുള്ള ഒരു കാര്യമാണ്. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ മാസമുറ വേണം. ഈ മാസമുറ എന്ന് പറയുന്നത് അത്ര വലിയ പാവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ചേച്ചിയുടെ പേര് എനിക്കറിയില്ല, ഒരു ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ മകനാണ് അവർക്ക് പീരീഡ് ആകുമ്പോൾ പാഡ് മേടിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മോശമായിട്ട് ആ ചെറുക്കനെ വരെ ഭയങ്കര വൃത്തിയായിട്ട് രീതിയിൽ ഒരാൾ റിയാക്ഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് പീരീഡ് ആവുന്ന സമയത്ത് ഞാനാണ് പാഡ് മേടിച്ച് കൊടുക്കുന്നത്. എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിലേക്ക് ഈ പാഡ് മേടിക്കുമ്പോൾ അതുകൊണ്ട് ഒളിച്ച് വെക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മക്കൾ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൽ പേടിക്കേണ്ട അല്ലെങ്കിൽ അതിൽ അത്രയും മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് പോകെ പിന്നീടാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വലിയ പുരോഗമനവാദമൊന്നും പറയുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വേദനകൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സമയത്ത് ഉണ്ടാകുന്ന പെയിന്, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പല ഈ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകളാണെങ്കിൽ കളിയാക്കാറുണ്ട് ആ സമയത്ത്. പക്ഷേ അവർക്ക് ആ മൂഡ് സ്വിങ്സ് വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ ആ സമയത്ത് ഒരുപാട് മാറ്റം. നമ്മളൊന്ന് മൂത്രം ഒഴിച്ചതിന് ശേഷം, നമ്മൾ എല്ലാം യൂറിനെല്ലാം പാസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് 1-2 തുള്ളി അതിൽ നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. എന്ന് നമ്മൾ ആ പോകുന്ന സമയത്ത് മൊത്തം പോയില്ല, എന്നിട്ട് പിന്നെ ആണെങ്കിൽ വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ചലിപ്പ് വിചാരിക്കാറുണ്ട്. അതുപോലെയാണ് ഒരു 4-5 ദിവസം ഇവരുടെ പ്രൈവറ്റ് പാർട്ട് എപ്പോഴും ഒരു ഈർപ്പനോടുകൂടി, അതല്ലെങ്കിൽ അവർ വെക്കുന്ന പാഡുകളിൽ ഒരു ഈർപ്പം വന്നിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അവർക്കുണ്ടാകുന്ന ആ ഒരു സമയത്തുള്ള ഒരു പ്രഷർ, ആ ഒരു ടെൻഷൻ, ആ വിഷം, ഇതൊക്കെയാണ് ഇവരുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവർക്കുണ്ടാകുന്ന വയറുവേദന, നടുവേദന, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ജോലി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇതൊക്കെ അവർക്ക് ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇതാണ് അവരുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. അവർക്ക് ആ സമയത്താണ് ആ ഒരു ദേഷ്യവും ഒരു സങ്കടവും ഒരു വിഷമമൊക്കെ വരുന്നത്. ആ സമയത്ത് നമ്മൾ കെയർ ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. ഒന്ന് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ മൂത്രത്തിൻ്റെ ഒരു 1-2 തുള്ളി നമ്മുടെ ദേഹത്തായി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് എങ്ങനെയാണോ ചളിർപ്പുകളൊന്നും, അതുപോലെയാണ് സ്ത്രീകൾക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവരുടെ മാനസികാവസ്ഥ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് പീരീഡ് ആയിട്ട് ആ സ്ത്രീയുടെ മകൻ പാഡ് മേടിച്ച് കൊടുക്കണം എന്ന് പറയുന്നത് ഇത്ര വലിയ പാപമൊന്നുമില്ല. ആ കുഞ്ഞ് ആ അമ്മയുടെ വയറ്റിൽ 10 മാസം കിടക്കാൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ, ആ ഗർഭപാത്രത്തിൽ ഈ പീരീഡ് വരുന്ന ഭാഗത്തൂടെ അവന് പുറത്ത് വരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവൻ ആ പാഡ് മേടിച്ച് കൊടുക്കാനും കഴിയും. അതിലൊരു വലിയ തെറ്റൊന്നുമില്ല. അത്രയ്ക്കൊന്നും ആ ചെറുക്കനെ ആ സ്ത്രീയും പറയേണ്ട ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഈ പീരീഡ് അല്ലെങ്കിൽ ഈ മാസമുറ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ആർദവം എന്ന് പറയുന്നത് അത്ര വലിയ കണ്ടുള്ള തെറ്റും കാര്യങ്ങളും കുറ്റവും പാപവും ഒന്നുമല്ല. ഓക്കെ.